തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, ആദ്യം വളരെ വലിയ UDF-നൊക്കെ വലിയ സാധ്യതകളൊക്കെ UDF-നെ കൽപ്പിച്ചിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഒന്നാം ഘട്ടത്തിൽ നടന്നിരുന്നത്. ആ ഒന്നാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്ര നിങ്ങൾക്ക് വോട്ട് നേടാൻ കഴിയുമെന്നോ, വിജയിച്ച് സീറ്റുകൾ നേടി തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിലും പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്? എന്ത് തോന്നുന്നു ഈ UDF-ന്റെ പ്രകടനം? 2020 ഡിസംബറിലായിരുന്നു ഇതിനു മുന്നേയുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ്. കൃത്യമായി 5 വർഷം കടന്നുപോയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ നടക്കുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുവാൻ കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിനെ നമ്മൾക്കൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി പരാജയമാണ് എങ്കിൽ പോലും ആ ഒരു തുടർ ഭരണത്തിനൊരവസരം കിട്ടിയത് ഭരണ നേട്ടമല്ല, അന്ന് വീണ് കിട്ടിയ ഒരവസരമായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് അറിയാം. ഇനിയിപ്പോൾ ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം നടക്കുന്നു. ഇത് എങ്ങനെ വരും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. കേരളം മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിലും ഉറ്റുനോക്കുന്നു. കാരണം ഈ റിസൾട്ട് ഒരു മൂന്നാം പിണറായി എന്ന് പറഞ്ഞ് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഒരു ഭരണം വരുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് ഡോസാണിത്, ഒരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം അവിടെയും ഉറപ്പാണ്, ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ആർജവത്തോടുകൂടി CPM-ന്റെയോ LDF-ന്റെയോ ഗവൺമെന്റിന്റെയോ ഒരാളും ആധികാരികമായി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭരണ നേട്ടവും പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളൂ. പിന്നെ ശ്രീ ഗോപകുമാർ ചോദിച്ചതുപോലെ UDF-ന് ഈ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും ഫലം നൽകുന്നതെന്നുള്ളതാണ്. അത് കേന്ദ്രഭരണമില്ലാത്ത, സംസ്ഥാന ഭരണമില്ലാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഏതാണ്ട് 40% മാത്രം കൈകളിലുള്ള UDF-നെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം അതിന് മുകളിൽ കിട്ടുന്നതെല്ലാം നേട്ടം തന്നെയാണ് ഒരു വിലയിരുത്തൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ അതല്ല UDF പ്രതീക്ഷിക്കുന്നത്, അതല്ല കേരളത്തിലെ ജനങ്ങൾ കരുതി വെച്ചിട്ടുള്ളതുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതായത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ രണ്ടു കൂട്ടരുടെയും ഈ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾക്കും കൂടിയുള്ള ഒരു തിരിച്ചടിയായിരിക്കും പ്രതിഫലിക്കാന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു തോന്നൽ, കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പൊ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്, ഇപ്പൊ ഇന്ന് നടക്കുന്ന തൃശ്ശൂർ മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെ നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ, എനിക്ക് തോന്നുന്നു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് തന്നെ 38% പോളിംഗ് നടന്നതായിട്ട് പല സ്ഥലങ്ങളിലും വലിയ പോളിംഗ് നടക്കുന്നുണ്ട് അങ്ങോട്ട്. കാരണം തിരുവനന്തപുരത്തെ മേഖലകളിൽ നടന്ന പോലത്തുള്ള പോളിംഗ് അല്ല നടക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ പലപ്പോഴും പല മേഖലകളിലും 50% അല്ലെങ്കിൽ 50-51% അതിനകത്താണ്. ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു 55%-ത്തിലുള്ള ആവറേജ് ആണ് നടന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം സ്ത്രീകളുടെ സാന്നിധ്യവും പ്രാതിനിധ്യവുമാണ്. സ്ത്രീകൾ വല്ലാതെ വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ ജില്ല ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഒരു 70-80,000-ത്തിലധികം വോട്ടുകളുടെ വ്യത്യാസം, സ്ത്രീ വോട്ടുകളുടെ വ്യത്യാസം, പുരുഷന്മാരെക്കാളേറെ 80,000-ത്തിലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ വോട്ടുകളിൽ പലപ്പോഴും ഒരു ഓപ്ഷൻ ആയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് BJP ആണ് എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ BJPക്ക് അനുകൂലമാകുന്ന ഒരു ഘടകമാകുമോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് ഈ സ്ത്രീകളുടെ വോട്ടുകൾ. അങ്ങനെ സ്ത്രീകളുടെ വോട്ടുകൾ മാറിക്കുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ പരാജയം നിങ്ങൾക്കും CPM-നും ഉറപ്പാകും. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനം ഭരിക്കുന്ന CPM-നും LDF-നും എതിരെയുള്ള ജനവികാരം ശക്തമാണ്. മുൻകാലങ്ങളിലൊക്കെ ആ വികാരം പൂർണ്ണമായും UDF-ലേക്ക് പോകുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഡിവൈഡ് ചെയ്തു പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രാദേശികമായി ചില പ്രദേശങ്ങളിൽ ചില വ്യക്തിബന്ധങ്ങളുടെയൊക്കെ പേരിൽ കുറെയൊക്കെ സാധ്യതകൾ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ LDF-നും UDF-നും ബദലായി അവതരിപ്പിക്കാമെന്നല്ലാതെ അവർക്ക്
ഏതെങ്കിലും ഒക്കെ 1-2 സീറ്റുകൾ ചിലയിടത്ത് അധികം കിട്ടും എന്നുള്ളതല്ലാതെ കാര്യമായ ഒരു പ്രയോജനം അവർക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കത്തി നിൽക്കുന്ന വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നുള്ളതിൽ തർക്കമില്ലല്ലോ. തിരുവനന്തപുരം പോലെ ഒരു നിയോജക മണ്ഡലത്തിൽ സ്വാഭാവികമായും ആ അമർഷം ഉള്ളത് കൊണ്ട് ചിലരൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ CPM-ന് എഗൻസ്റ്റ് ആയിട്ട് പറയുകയും അത് ഒരു പക്ഷേ പിന്നെ BJP-യുടെ ഒരു ചായ്വോ അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലൊക്കെ പല സംഭാഷണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ പോകുന്നുണ്ടു എന്നുള്ളതല്ലാതെ കോർപ്പറേഷന്റെ ഭരണം BJP-ക്ക് കിട്ടുക എന്നുള്ളത് അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 35 സീറ്റ് നിലനിർത്താൻ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു സിറ്റിംഗ് കൗൺസിലർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, മറ്റൊരു കൗൺസിലർ ആകാൻ ശ്രമിച്ച ആളും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, മുൻ ജില്ലാ പ്രസിഡന്റ് ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വളരെ ആളുകളിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ BJP ഇത്തവണ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് എടുത്ത ചില തീരുമാനങ്ങളിലൊക്കെ കടുത്ത അതൃപ്തിയുണ്ട്. IPS ഉദ്യോഗസ്ഥരെയൊക്കെ ഒറ്റ ദിവസം പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു BJP-യുടെ സ്ഥാനാർത്ഥിയൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ കോർപ്പറേഷന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈനംദിന ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരാണ്. ഇവർക്കൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് അവർക്ക് പോലും ഉറപ്പില്ല. അപ്പോൾ ഒരു താരപരിവേഷം പോലെ ഈ ഉദ്യോഗസ്ഥ പരിവേഷത്തിന് ശ്രമിച്ചത് അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഒരുപാട് റിബലുകൾ ഇത്തവണ BJP-ക്ക് തിരുവനന്തപുരത്തുണ്ടായല്ലോ, മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി. അപ്പൊ അതൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ അല്ല, അതിനെ നമ്മൾ നോക്കിക്കാണേണ്ട വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ BJP-ക്ക് വോട്ടുകൾ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ സ്ത്രീകൾക്ക് പലർക്കും അതിനെ കുറിച്ച് സ്ത്രീകൾക്ക് അവർക്ക് തന്നെ പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതായത് ഈ അവർ ചിന്തിക്കുന്നത് ഈ ഇപ്പൊ സാറിപ്പ പറഞ്ഞതുപോലെ ശബരിമല വിഷയം വന്നപ്പോഴും ഒപ്പം തന്നെ അതുപോലുള്ള ബാക്കിയുള്ള അഴിമതി ആരോപണങ്ങൾ വരുമ്പോഴും ഒക്കെ പിണറായിക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഈ സ്ത്രീകൾ പ്രതികരിക്കും. അതുപോലെ തന്നെ ശബരിമല വിഷയം വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് BJP ആണ് അല്ലെങ്കിൽ RSS ആണ് അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ശബരിമല വിഷയങ്ങളിൽ ഇടപെട്ട് അതിനെ ഏകോപിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരാണ് എന്നൊരു തോന്നൽ പല സ്ത്രീകൾക്കും അത് ഉണ്ടാകാറുണ്ട്. അവരപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ശരി നമുക്ക് പ്രാവശ്യം BJP-ക്ക് വോട്ട് ചെയ്തോളാം. അങ്ങനെ തീരുമാനമെടുത്ത പല സ്ത്രീകളെയും എനിക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അവരും പറയുന്നത് അത്തരത്തിലാണ്. പലരും BJP-ക്ക് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ CPM-കാരായ കോൺഗ്രസ്സുകാരായിട്ടുള്ള പല സ്ത്രീകളും മാറി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വോട്ടുകൾ അവർക്ക് അനുകൂലമായി പ്രതിഫലിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ കണക്കിലെ കളികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ BJP-ക്ക് അകത്തുള്ള കുത്തിത്തിരിക്കലുകളോ ഒക്കെ ചിലപ്പോൾ അവർക്ക് വോട്ട് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയായിരിക്കാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ വോട്ട് അവർക്ക് ലഭിക്കുമായിരിക്കാം. പക്ഷെ ചിലപ്പോൾ BJP-യുടെ അണികളുടെ വോട്ടിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്തെ BJP-ക്കുള്ളിലെ പടലപ്പണക്കം എന്ന് പറയുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരത്തിലൊരു വലിയ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് BJP കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളുമുണ്ട്. പക്ഷേ പലപ്പോഴും CPM-ഉം UDF-ഉം കോൺഗ്രസും ഒക്കെ പലപ്പോഴും പ്രതിരോധത്തിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഭയങ്കര പ്രതിരോധത്തിലായിരുന്നു. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഗർഭവും ഗർഭചിത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട 1-ാം ബലാത്സംഗം 2-ാം ബലാത്സംഗം എന്ന് പറയുന്നതൊക്കെ കോൺഗ്രസിനെയും UDF-നെയൊക്കെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഒപ്പം തന്നെ സ്വർണ്ണപ്പാളിയും ഈ സ്വർണ്ണ വിഷയവും CPM-ന് അകത്തുള്ള പലതരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ അഴിമതിയും ഒക്കെ അവരെയും പ്രതിരോധത്തിലാക്കിയിരുന്നു. പക്ഷെ അവിടെയൊക്കെ വളരെ മികച്ച ഫോർമുലയുമായിട്ടാണ് BJP നിൽക്കുന്നത്. അധികാരം കിട്ടി 45 ദിവസത്തിനകത്ത് നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്താം എന്നുള്ള തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൂടി നൽകിയിരുന്നു. അതൊക്കെ വിജയസാധ്യതയായി മാറുമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ആശങ്ക. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പീഡനം എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ എപ്പോഴും എല്ലാ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുക്കുക. അങ്ങനെ എടുക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും കരുതുന്നതും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയുമുള്ള സംഭവ വികാസങ്ങൾ ഒരു പക്ഷേ ഈ സ്ത്രീകളുടെ മാനസിക അവസ്ഥയും അവരുടെ നിലപാടുകളും പുരുഷന്മാരെക്കാൾ നന്നായിട്ട് അറിയാവുന്ന സ്ത്രീകൾക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുലിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ്. കാരണം അത് കെട്ടിച്ചമച്ച ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്.
ഈ ചില വരം പണ്ട് നമ്മൾക്കറിയാമല്ലോ, കൈകേയിക്കൊക്കെ വരം കൊടുത്താൽ ആ വരം പെട്ടെന്നൊന്നും എടുത്ത് ഉപയോഗിക്കില്ല. ഏറ്റവും നിർണായക സമയത്താണ് ഈ വരം എടുത്ത് രാജാവായിട്ട് വാഴിക്കാൻ പോകുമ്പോൾ എൻ്റെ മകനെ രാജാവാക്കണമെന്നൊക്കെ പറയുന്നത് പോലെ രാഹുലിനെതിരെ ഒരു വിഷയം കിട്ടി. അത് ആദ്യമേ എടുത്ത് ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എടുത്ത് ഉപയോഗിച്ചു. കോടതി വരെ പറഞ്ഞല്ലോ ഇതിന്റെ പിന്നിൽ സമ്മർദ്ദമുണ്ട്, ഇത് രാഷ്ട്രീയമാണെന്ന് കോടതി പോലും പറഞ്ഞില്ലേ. അത് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരസ്യമായി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ രഹസ്യമായി ചോദിക്കുകയോ ചെയ്യുമ്പോൾ ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ഈ BJPക്ക് അനുകൂലമായി പറയുന്നുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരെ എന്തു പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അവർക്ക് അതിൽ ഒരു വിഭാഗത്തിന് സന്തോഷവും വരും. അങ്ങനത്തെയൊക്കെ ഒരു മാനസികാവസ്ഥയാണ് ഈ കോൺഗ്രസ് എന്ന പാർട്ടിക്കകത്ത്. മറിച്ച് BJP അങ്ങനെയല്ല. അപ്പൊ പരസ്യമായിട്ട് ഒരു BJP അനുകൂല ഒരു നിലപാട് നമ്മൾ ആരുടെക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശത്രുത ഇല്ലാതെ അവരുടെയും കൂടി ആളായിട്ട് നമ്മളെ കണ്ടോട്ടെ എന്നുള്ള ഒരു എന്താ പറയാ, ഒരു തന്ത്രം അതിന്റെ പിന്നിലുണ്ടെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അല്ലാതെ അതൊന്നും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതൊന്നും ഈ ഒന്നാം ഘട്ടത്തിലും പ്രതിഫലിക്കില്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രതിഫലമൊന്നും ഉണ്ടാകില്ല. പകരം വലിയ ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടാകും, വലിയ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ CPM ആയിരിക്കുമോ പലയിടങ്ങളിലും? നമുക്കറിയാമല്ലോ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഭൂരിപക്ഷവും ഭരിക്കുന്നതും പിടിച്ചെടുക്കുന്നതും പലപ്പോഴും LDF ആണ്. LDFന്റെ നില പരുങ്ങലിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. കാരണം 2 പ്രാവശ്യത്തെ തുടർ ഭരണത്തിലും അതോടൊപ്പം അവർ പല കാര്യങ്ങളിലും എടുക്കുന്ന നിലപാടുകളിലോടും, അതുപോലെ ഈ പലപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പഠിച്ച് മാർക്കിടിയിലൊന്നും അല്ലല്ലോ. വ്യക്തിപരമായി CPMന്റെ മുൻകാല നേതാക്കന്മാരിൽ നിന്നും ഇപ്പോഴത്തെ പ്രാദേശിക ചെറിയ നേതാക്കന്മാർ വരെ അഹങ്കാരത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും ഒക്കെയുള്ള വലിയ ഒരുപാട് കുറ്റകൃത്യങ്ങൾ പോലെയുള്ള സംഗതികളിൽ ചെന്ന് വീഴുന്നവരാണ്. അതെല്ലാം ഇവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ നിലപാടുകൾ ഒരേ സമയം BJPക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും അതേസമയം അവരുമായി രഹസ്യ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന PM ശ്രീയും അതുപോലെ ലേബർ കോഡും ഒക്കെ എന്ത് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാം തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത് ഇപ്പൊ ഈ രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തന്നെ 2 കേസിലും, ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞു, രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം. ഇനി എന്താണ്? ഇനി കോടതിയാണ്. അപ്പൊ കോടതി പോലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ആ ഒരു കണ്ടെത്തൽ നടത്തിയത് ഒരുപാട് കോൺഗ്രസിന് ഗുണം ചെയ്യും. മറ്റൊന്ന്, 12 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, അത് സെലിബ്രിറ്റി എന്ന് വേണേ പറയാം, എല്ലാവർക്കും അറിയാം. ഈ വ്യക്തിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരള പോലീസ് ലോക പാളിച്ചയാണ് എന്നുള്ള മറ്റൊരു സന്ദേശം കൂടി അതിനകത്തില്ലേ. അതിനെന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും. എന്നിട്ട് അതേ സമയത്ത് അതിനകത്ത് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താങ്കൾ ഇപ്പൊ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന വിഷയമല്ലല്ലോ. ഈ വിഷയം കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന വിഷയമായിരുന്നു. ആ വിഷയം ഈ വളരെ തന്ത്രപരമായിട്ട് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും ഒക്കെ പൂഴ്ത്തി വെച്ചിരുന്നതാണ്. ഇലക്ഷൻ വരട്ടെ, ആ ഇലക്ഷൻ വരുന്ന സമയമാകുമ്പോൾ ഇതൊരു തലക്കാം. അതും ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അല്ല ഉദ്ദേശിച്ചിരുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ തെരഞ്ഞെടുപ്പാകുമ്പോൾ മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിലെത്തുവാനുള്ള കൊതി കൊണ്ട് നടത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ നേതാവിന്റെ ബുദ്ധിയിലാണ് ഇപ്പൊ തന്നെ ഈ വിഷയം പുറത്തു വന്നത്. അത് വേറെ കാര്യം, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ അത്തരത്തിലൊരു വിഷയം കൊണ്ടുവന്നത് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയത്തെ ഇവിടെ കത്തിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കത്തിത്തീരുകയാണ്. കത്തിത്തീരുമ്പോഴും പക്ഷെ ഇവിടെ നമ്മൾ താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ ഈ വിഷയം മാറ്റി ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു കാറ്റ് കേരളത്തിൽ വീശുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ BJPയുടെ ആളും ആരവവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ആളും ആരവം ഒന്നും വോട്ടുകളായി മാറില്ല എന്ന് പറഞ്ഞാണ് നമുക്കിത് അവസാനിപ്പിക്കേണ്ടത്. അതെ, ആളും ആരവും ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് അവരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് ഈ കേരളത്തിൽ ഭരണമില്ലാത്തപ്പോൾ ഈ പണം മുഴുവൻ വരുന്നത് എവിടെ നിന്നാണെന്നും കൃത്യമായി ബോധ്യം വരും. അത് അവർക്ക് കുറച്ച് ആളുകളെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറിച്ച് മറ്റൊന്നുകൂടിയുണ്ട്,
CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ വരുന്ന വിഷയങ്ങളിൽ കോടതിയിൽ ഇവരെടുക്കുന്ന നിലപാടും പോലീസ് എടുക്കുന്ന നിലപാടും എന്തിനേറെ 20 ദിവസം മുമ്പേ പത്മകുമാർ അറസ്റ്റിലായിട്ട് 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാത്തതും കുഞ്ഞഹമ്മദിനെതിരെ ഒരു പരാതി വന്നിട്ട് 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാത്തതുമൊക്കെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കണക്കിലെടുത്ത് വോട്ട് ചെയ്തിട്ടുണ്ടാകും. ആ എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, അല്ലാതെ ഒരു പ്രസ്ഥാനത്തിൽ അനുഭാവം ഉള്ളത് കൊണ്ട് അവർ കണ്ണുമടച്ച് അങ്ങ് ജയിക്കും എന്നല്ല. ഇത്തരം കണക്കുകൂട്ടലുകളൊക്കെ കൂടി വെച്ചിട്ടാണ് അങ്ങനെ ഒരു നിലപാടിൽ. ശരി, ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്, കാണാം. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ നമുക്കിത് അറിയാം.